ഹലോ. അപ്പം ഞങ്ങൾ വൈക്കത്ത് അഷ്ടമി കൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അമ്പലത്തിലൊന്നും എനിക്ക് കയറാറായില്ല. കാരണം കുഞ്ഞിക്കുട്ടനെ ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ ഒരു 6 മാസം കഴിയാണ്ട് അമ്പലത്തിനകത്ത് കയറാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്തൊന്നും കയറുന്നില്ല. അപ്പോൾ വെറുതെ ബീച്ചിലൊന്ന് പോകണം, അമ്പാടിനെ കൊണ്ട് എല്ലായിടവും ഒന്ന് കാണിക്കണം, അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാനും ചേട്ടനും അനിയനും അമ്പാടിയും കുഞ്ഞിക്കുട്ടനും ഒക്കെയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ വൈക്കം ബീച്ച്. ബീച്ചിലേക്കുള്ള റോഡാണ് കേട്ടോ. അപ്പം അവിടെയാണെങ്കിൽ മൃഗങ്ങളുടെ ഈ റോബോട്ട് പോലത്തെ ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അപ്പം അതൊക്കെ ഒന്ന് പോയി കാണണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇപ്പം സമയം ഒരു 4 മണി ഒക്കെ ആയിട്ടുണ്ട്. 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞങ്ങൾ പോകുന്നത്. കാരണം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോന്നിട്ട് നേരത്തെ പോകാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇത് നമ്മളവിടെ കണ്ട കാഴ്ച എന്താ ഗോറില്ലയോ ചിമ്പാൻസി എന്തോ ആണ്, എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കുറേ എടുത്തു. അമ്പാടിക്ക് അതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നി. അമ്പാടി അതിലിട്ട് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ അതിനെ അകത്തോട്ട് കയറി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്ത് കയറുന്നതിന് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. ഞാനാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഇതൊന്നും ഇല്ല കേട്ടോ. ഇതിൽ എൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നുമില്ല. അവരുടെയാണ് ഞാൻ കൂടുതലും എടുക്കുന്നത്. പിന്നെ ഇതാണ് ഫസ്റ്റ് വെച്ചേക്കുന്നത്, ഈ ആനയുടെയൊക്കെയാണ് കേട്ടോ. എല്ലാം ഒറിജിനൽ തോന്നിക്കുന്ന സംഭവങ്ങളാണ്. ആന, ഒട്ടകം, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് അങ്ങേയറ്റം വരെ ഉണ്ട്. അപ്പം ചേട്ടൻ്റെ അനിയൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നുകൊണ്ട് എടുത്തു. കുറച്ച് വീഡിയോസ്, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, അവരുടെയൊക്കെ മാത്രം. അപ്പോൾ കുഞ്ഞുവാവ ഉറക്കത്തിലായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്കും. ഇപ്പോൾ കുഞ്ഞുവാവ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ ആൾക്കൊന്നും അങ്ങനെ കണ്ട് മനസ്സിലാക്കാറൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് വലിയ ഇതൊന്നുമില്ല. അമ്പാടിക്ക് അതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുവാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ തറയിലൊക്കെ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. പക്ഷേ ചേറും വെള്ളമൊക്കെയാണ് കേട്ടോ. കാരണം മഴയൊക്കെ അപ്പോൾ ഇതിങ്ങനെ ഓരോരുത്തർ കയറി ഇറങ്ങി നടക്കുന്നതൊക്കെ കൊണ്ടായിരിക്കും. ചേറൊക്കെ ഉണ്ട്, ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ആനയുടെ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഒട്ടകമാണ് കേട്ടോ. അപ്പം ഒട്ടകത്തിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോസൊന്നും എടുത്തില്ല. അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ജീവികളുടെയൊക്കെ അടുത്ത് പോയി നിന്നിട്ടാണ് ഓരോ വീഡിയോസും ഇതൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം ഒറിജിനലാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു സൗണ്ടും, നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂളിങ്ങാണ്, നല്ല സൗണ്ടും. എന്താ പറയുക, ഓരോ മൃഗങ്ങളുടെ അതാത് സൗണ്ടുകളാണ് കേട്ടോ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു ഭീതി ഉയർത്തുന്ന. അതായത് ശരിക്കും ഒരു കാടിനുള്ളിൽ നമ്മൾ കയറിയ ഒരു ഇതാണ്. ഇതിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും നല്ല കൂളിങ്, അതേപോലെ വനത്തിനകത്ത് നിൽക്കുന്ന ഒരു ഫീല്, അവിടുത്തെ മൃഗങ്ങളുടെയൊക്കെ ആ ഒരു സൗണ്ട്, ഇടയ്ക്ക് സിംഹം അലർന്നതും ഇടയ്ക്ക് കടുവ അലർന്നതും ആന ചിഹ്നം വിളിക്കണേ, അങ്ങനെയുള്ള ഓരോ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കടുവ, അങ്ങനെ അവർക്കിഷ്ടം തോന്നുന്നത്, അതായത് ഇങ്ങനെ നമുക്കിങ്ങനെ ഒറിജിനൽ തോന്നുന്ന രീതിക്കുള്ള ഇതിൻ്റെയൊക്കെ അടുത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് കിടക്കാം.
അപ്പോൾ ഈ ഒരു നിരയിലെ ലാസ്റ്റത്തെ ആ കരടിയാണ് കേട്ടോ. അപ്പം അതിനുശേഷം നടുക്കായിട്ട് ദാ ഈ ഒരു ദിനോസറിൻ്റെ ഇതാണ് ഇരിക്കുന്നത്. ഇതിനൊക്കെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഞാനിപ്പം വീഡിയോസ് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് ആ സൗണ്ടൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മാനൊക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു ഇതൊക്കെ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് പറയാൻ എനിക്കറിയത്തില്ല. അപ്പം ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കോട്ടോ, ഇത് എന്തുവാണെന്നുള്ളത്, എന്ത് രൂപമാണെന്നുള്ളത്. അതുപോലെ ഈ അഷ്ടമിക്ക് നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലുമൊക്കെ അഷ്ടമിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഈ പേരുകളൊക്കെ. പിന്നെയുള്ളത് സീബ്രയുണ്ട്, പിന്നെ അങ്ങോട്ടേക്ക് കാളയുണ്ട്, അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ആളുകളൊക്കെ കാണാൻ വന്നേക്കൊണ്ട് അവരുടെ സൗണ്ടും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ കാണ്ടാമൃഗമുണ്ട്, പിന്നെ കാളയുണ്ട്, പിന്നെ അങ്ങേയറ്റത്തൊരു ജിറാഫുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം കണ്ടതിന് ശേഷം ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആകാശ ഊഞ്ഞാൽ കാണാനും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം കുഞ്ഞുവാവ എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അതിന് ശേഷം ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള വീഡിയോസായിട്ടും എടുത്തിട്ടുള്ളൂ. അപ്പം അനിയന് വേണ്ടിയിട്ട് ഒരു മോതിരം നോക്കാൻ വേണ്ടി വന്നതാണ്, പേരിരിക്കുന്ന മോതിരം. അപ്പം അന്നേരം ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ കുഞ്ഞുവാവേനെ അനിയൻ്റെ കയ്യിലോട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്നോർത്ത്. അപ്പം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് വീഡിയോസ് കിട്ടണം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ആളുകൾ പോകുമോ പിന്നെ വണ്ടി പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ അമ്പാടിക്ക് ഒരു തത്തേനും ഒരു ബലൂണും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. തത്തേനെ കിട്ടിയപ്പോൾ തന്നെ ആൾ ഹാപ്പിയായി. കുറേ ആയി ഒരു തത്തേയുടെ കാര്യം പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് വാങ്ങിച്ചൊരെണ്ണം കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വരാമല്ലോ, 2 കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കറങ്ങാനൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബി സി യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോൾ എല്ലാവർക്കും